ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഇന്നസെന്റ് പടം കണ്ടു. ഒരു കാര്യമില്ല എന്ന് പറയുന്നത്, എന്തിനോ വേണ്ടി തിളച്ചിട്ടുള്ള സാമ്പാർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു പടം. അവർക്ക് എന്തൊക്കെയോ നന്നായിട്ട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല സ്ക്രിപ്റ്റ് വേണ്ടേ? സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് നല്ല ഇന്റൻഷൻ ഉണ്ട്, ഒരു സോഷ്യൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് പടം എടുത്താൽ ശരിയാവും. നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ല ഡയലോഗ്, ഡയറക്ഷൻ, കാര്യങ്ങളൊക്കെ വേണ്ടേ? അവർക്ക് ഇതിൽ ഏറ്റവും പറയുന്ന സ്ക്രിപ്റ്റ്, അതിൽ ഡയലോഗുകളൊക്കെ ചില എന്താ പറയുക, ലോ ക്ലാസ് ലെവലിനൊക്കെ താഴ്ന്ന തരത്തിലുള്ള ഡയലോഗുകൾ. നവാഗതനായിട്ടുള്ള സതീഷ് തൻവി ആണ് ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ഒക്കെ. അൽത്താഫ്, അനാർക്കലി, ജോയ്മോൻ, അസീസ്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്ത് ഫേമസ് ആയ കിളി, ആളൊക്കെ ഇതിലുണ്ട്. പക്ഷെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടൊരു പടം. മറ്റേ ജോയ്മോനും മറ്റേ അൽത്താഫും ചേർന്നിട്ടുള്ള കുറെ വൺലൈനേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു എന്താ പറയാ, വേറെ നിങ്ങൾക്കൊരു സമയമില്ല, വേറെ ഒരു പരിപാടി ഇല്ല എങ്കിൽ വെറുതെ ഒരു 2 മണിക്കൂർ ചിലവാക്കാൻ കുഴപ്പമില്ലെങ്കിൽ എ സിയിലൊക്കെ ഇരുന്നിട്ട് കാണണമെങ്കിൽ വേണമെങ്കിൽ കയറിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ കയറണ്ട. കാരണം ഇത് കാണാതിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ അവർ പറഞ്ഞ ഒരു വിഷയം കുറച്ച് നല്ല രീതിയിൽ, കുറേ കൂടി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് കുറേ കൂടി നല്ല നാച്ചുറൽ ആയിട്ടുള്ള തമാശകളൊക്കെ ആഡ് ചെയ്ത് വന്നിരുന്നെങ്കിൽ ഓക്കെ, ഒന്നും കൂടി എൻജോയബിൾ ആകുമായിരുന്നു. പക്ഷെ അത് വന്നില്ല. സ്ക്രിപ്റ്റാണ് മെയിനായിട്ട് പാളിയത്. അൽത്താഫും അനാർക്കലിയും അവരുടെ അഭിനയം മോശമല്ല, കാരണം അവർക്ക് പറയുന്ന ഡയലോഗുകളും സിറ്റുവേഷനുകളും അങ്ങോട്ട് രസിപ്പിക്കില്ല. അത് ചളി വാരിയാണ് പല സ്ഥലങ്ങളിൽ. അങ്ങനത്തെ ഒരു മൊത്തത്തിലൊരു എന്താ പറയുക, ചേർന്ന് പോവാത്ത തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു നരേഷനും പോക്കും. ഇതില് കിളി ഞാൻ വിചാരിച്ചു പടത്തിൽ എവിടെയൊക്കെ വരുന്നത്, അവസാനം കഴിഞ്ഞിട്ട് ഏതാണ്ട് പോസ്റ്റ് ക്രെഡിറ്റിൽ വരുന്ന ഒരു ആവശ്യമില്ലാത്ത സീൻ പോലെ വെച്ച് ഒരു പാട്ടൊക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ ഇവർ ഇത് എന്താ പറയാ, ഒരു സ്പൂഫ് പോലെ ചില നേരങ്ങളിൽ തോന്നും. അങ്ങനെയൊക്കെയാണ് കാട്ടണത്. കുറെ ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിലോ ആവറേജ് മൂവി. വേണമെങ്കിൽ കണ്ടാൽ മതി, കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ഒരു പടം, വെറുതെ എന്തിനു വേണ്ടി ഒരു പടം, അങ്ങനത്തെ രീതിയിലായിപ്പോയി ഈ പടം. അപ്പോൾ പേഴ്സണലി എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.